നമസ്തേ. രത്നവിശേഷങ്ങളുമായി രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡ്. പതിവ് പോലെ നമ്മോട് കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. നമ്മൾ രത്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ രത്നങ്ങളും ഈ ഗ്രഹങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചുമാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളിലും പറയാറുള്ളത്. ഓരോ ഗ്രഹങ്ങളും ആ ഗ്രഹത്തിൻ്റെതായിട്ടുള്ള രത്നങ്ങൾ, അതെങ്ങനെയാണ് മനുഷ്യരുമായിട്ട് ഉള്ള ബന്ധം, എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ ഗ്രഹത്തിൻ്റെ രത്നം അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളിൽ എങ്ങനെയാണ് അത് വരുന്നതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ പല രത്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ബ്ലാക്ക് ഒബ്സീഡിയൻ, അതുപോലെ തന്നെ ലാവം പോലെയുള്ള രത്നങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തി. കഴിഞ്ഞ എപ്പിസോഡിലാണ് നമ്മൾ എമറാൾഡ് എന്ന് പറയുന്ന ബുധൻ്റെ രത്നമായ എമറാൾഡിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. നമ്മൾ മിഥുനം ലഗ്നത്തെക്കുറിച്ചും ആ മിഥുന ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ബുധനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ബുധൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ ഒരു ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അത് ബുധൻ പക്ഷേ പല ഹൗസസിൽ നിൽക്കുമ്പം പല തരത്തിലാണ് ആ വ്യക്തിയെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ 6th ഹൗസിന്റെ ഒരു കാര്യം സാർ പറയുകയുണ്ടായി. ബുധനൊക്കെ 6th ഹൗസിലാണ്. ഏത് ഹൗസാണ് ആ 6th ഹൗസ്, അതുമായിട്ട് ആ 6th ഹൗസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എൻറ്റയർ നെർവസ് സിസ്റ്റം കൺട്രോൾ, ബ്രെയിനും എൻറ്റയർ നെർവസ് സിസ്റ്റവും കൺട്രോൾ ചെയ്യുന്നത് ബുധനാണെന്നാണ് പറയുന്നത്. ആ ബുധൻ നന്നായാൽ നമുക്ക് ലേണിംഗ് സ്കില്ലായിരിക്കും കുട്ടികളിലൊക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും പഠനം ആവശ്യമാണല്ലോ. സാറ് പറഞ്ഞത് അത് നല്ലൊരു പൊസിഷനിലാണെങ്കിൽ, ഇനി അത് നേരെ തിരിച്ചാണെങ്കിലോ ലേണിംഗ് ഡിസബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാകും കുട്ടികളിലാണെങ്കിലും. ലേണിംഗ് സ്കില്ലങ്ങ് മാറും. ആ ഒരു ലേണിംഗ് ഡിസോർഡേഴ്സ്, ലേണിംഗ് ഡിസോർഡർ, സ്റ്റാമറിങ്. ബുധൻ കമ്മ്യൂണിക്കേഷൻ്റെ ആളാണല്ലോ. അതെ, അത് റോങ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റാമറിങ് പ്രോബ്ലം ചിലപ്പോൾ ഉണ്ടാകാം. അതെല്ലാം ഓരോ വ്യക്തികളുടെയും പൊസിഷൻസ് ആകട്ടോ, ചാർട്ടിനെ ആസ്പദമാക്കിയിട്ടാണ് അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ജനറലി ഇതൊക്കെ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ബുധൻ ഈ പറഞ്ഞതുപോലെ ബുധനാണ് ആ ചാർട്ടിൽ ഏറ്റവും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ലൈഫിൽ അയാൾക്ക് ബുദ്ധിയും ആ കമ്മ്യൂണിക്കേഷനും കൊണ്ട് അയാൾ മുന്നോട്ട് പോകും, ജീവിതം മുന്നോട്ട് പോകും. മനസ്സിലായില്ലേ? കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലത്ത് നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ആ ഒരു സ്കില്ല്, ആ സ്കില്ലും ബുദ്ധിപരമായിട്ടുള്ള നീക്കവും രണ്ടും മതിയല്ലോ ഒരാൾക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അത് ഉണ്ടാവും. അത് നമുക്ക് വിവിധ പ്ലാനറ്ററി പൊസിഷൻസിൽ വിവിധ ഹൗസുകൾ നിൽക്കുമ്പോൾ, ഇപ്പം മിഥുന ലഗ്നമാണ്, ഈ ലഗ്നാധിപനായിരിക്കുന്ന ബുധൻ പോയിട്ട് 10th ഹൗസ് എന്ന് പറയുന്നത് മീനമാണ്. ആ മീനത്തിൽ പോയി ഈ ബുധൻ നീചമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 6th ഹൗസായിട്ട് ബുധൻ നീചപ്പെട്ട് നിൽക്കുന്ന ആൾ ഒരു ഇത് പറഞ്ഞ് നമ്മൾ സ്റ്റോൺ യൂസ് ചെയ്തതെന്ന് പ്രത്യേകം പറഞ്ഞു. ഇത് ലഗ്നാധിപൻ തന്നെ 10ൽ പോയിട്ട് നീചപ്പെട്ട് നിൽക്കുന്നു. അപ്പം ഈ ലഗ്നാധിപൻ അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലഗ്നം ഞാൻ തന്നെയാണ്. ഞാൻ പോയി 10 കർമ്മരംഗത്ത് 10ൽ പോയി നിൽക്കുന്നു. അത് നിൽക്കുന്നത് ഒരു ജലരാശിയാണ്, മീനം രാശിയിലാണ്. അപ്പോൾ വിദേശമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഇയാൾ വിദേശത്ത് താമസിക്കാനോ കർമ്മപരമായി 10th ഹൗസായിട്ട് കർമ്മപരമായിട്ട് എക്കാലം ഒന്നും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ ആ വർക്ക് ചെയ്യുന്നതിനുള്ള കരിയർ വിദേശത്തായിരിക്കും എന്ന് വേണം അനുമാനിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് നമ്മൾ മേടം രാശി, അതിൽ മേടലഗ്നത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇടവലഗ്നത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചർച്ച ചെയ്ത സമയത്ത് മറ്റ് ഗ്രഹങ്ങളുടെ ആ ഒരു പൊസിഷനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഇടവം രാശിയിൽ, ഇടവം ലഗ്നത്തിൽ ആ ലഗ്നക്കാരന് ചൊവ്വയുടെ ഒരു ഇൻഫ്ലുവൻസ് വന്നാൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ശുക്രന്റെ ഇൻഫ്ലുവൻസ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ മിഥുനം രാശിക്കാരന് അല്ലെങ്കിൽ മിഥുനം ലഗ്നത്തിൽ ഈ ഒരു ചൊവ്വയുടെ ഇൻഫ്ലുവൻസ് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ചൊവ്വയുടെ ഒരു കംഫർട്ടബിൾ പ്ലേസ് അല്ല മിഥുനം. കാരണം മിഥുനം ഒരു വായു രാശിയാണ്, അതിൽ പുള്ളി ഫയറാണ് ആള്. ഓപ്പോസിറ്റ് രാശിയാണ്. അപ്പം ബുധൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ.
ഇദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാ സഡൻ ആക്ഷനാണ്, ചൊവ്വ സഡൻ ആക്ഷനാണ്. അപ്പം ഈ കമ്മ്യൂണിക്കേഷനും പിന്നെ സഡൻ ആക്ഷനും കൂടെ നിൽക്കുമ്പം മൊത്തത്തിലൊരു ചേർച്ചക്കുറവുണ്ട്. ഈ തീരുമാനങ്ങൾ എടുത്താലും ഇത് നടപ്പാക്കേണ്ട കാര്യങ്ങളും നടപ്പിലാക്കേണ്ടത് ചൊവ്വ ശ്വാസം മുട്ടി അവിടെ നിൽക്കുന്നത്. ബുധനാണെങ്കിലും പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ് പുള്ളിക്ക്. അപ്പോൾ ഇത് ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്ലേസിൽ പ്ലാനറ്റ്സുകൾ നിന്നില്ലെങ്കിൽ ഓരോ പ്ലാനറ്റിനും 1-2 ഹൗസസ് കംഫർട്ടബിളാണ്. അപ്പോൾ ബുധനുവിൻ്റെ ഹൗസ് എന്ന് പറയുന്ന മിഥുനം ഈ പുള്ളിയെ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ റോങ് സൈഡിലും പോകാൻ ചാൻസ് ഉണ്ട്. കാര്യം പറയണമെന്ന് ബുധൻ വിചാരിക്കും, നല്ല ഒരു സംഗതി പുറത്തോട്ട് പറയുമ്പോൾ അത് മാറിപ്പോകും, വേറെ തരത്തിൽ ആ മെസ്സേജ് ആളെ ചിലപ്പം തെറ്റിദ്ധരിക്കപ്പെടും. അല്ലെങ്കിൽ ആൾ വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ നല്ലോണം ഭയങ്കര സംസാരിച്ചിട്ട് ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ സംസാരത്തിൽ ആൾ ചിലപ്പം ഈ മെസ്സേജ് പാസ് ചെയ്യുന്നതിന് അത്ര കറക്റ്റ്നെസ് കാണത്തില്ല. ഇത് ആ ഹൗസിൽ ഈ ബുധനും ചൊവ്വയും കൂടെ നിന്നാൽ, അല്ലെ ബുധൻ്റെ ഹൗസിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്. ചൊവ്വയുടെ ക്യാരക്ടർ എപ്പോഴും കാണിക്കാനായിട്ടാണ് എപ്പോഴും പുള്ളി ഇഷ്ടപ്പെടുന്നത്. ഇപ്പം മേടത്തിലൊക്കെ ആണെങ്കിൽ പുള്ളിയുടെ കംഫർട്ടബിൾ സ്വന്തമായിട്ടുള്ള ഹൗസാണ്, അവിടെ നിന്ന് പുള്ളിയുടെ ക്യാരക്ടർ പുള്ളിക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റും. ഇവർക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫുട്ബോൾ പ്ലേയേഴ്സ് നല്ല പ്ലേയേഴ്സ് ഉണ്ട്, അവർ അന്ന് മഴയുണ്ട്, ചെറുതായിട്ട് മഴ ചാറിപ്പോയി, അപ്പം അവർക്ക് അവരുടെ ആ ഒരു പെർഫോമൻസ് അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആ ഒരു ശ്വാസം മുട്ടൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ചൊവ്വയുടെ നല്ലൊരു പ്ലേ ഗ്രൗണ്ട് അല്ല മിഥുനം എന്ന് പറയുന്ന ഹൗസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പോകാനായിട്ടൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ട് ഓപ്പോസിറ്റ് കളറും അല്ലേ, ഒരാൾ ചുമലയും ഒരാൾ പച്ചയും. ഈ കളറിൽ ഒരു സാമ്യത വേണം. അതേസമയം നമ്മൾ ആ പച്ചയുടെ കൂടെ വെള്ളയാന്ന് വിചാരിക്കുക, ഒരു കളർ ചേർന്ന് പോകും അല്ലേ, പച്ചയും വെള്ളയും കൂടെ ചേർന്ന് നല്ല ഒരു യൂണിഫോമിറ്റി ഉള്ള കളറാണ്. അപ്പോൾ ശരിക്കും വീനസ് അല്ലെങ്കിൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഈ ബുധൻ്റെ ഹൗസിൽ നിന്നാൽ നല്ലതാണ്. കമ്മ്യൂണിക്കേഷൻ കാണും, പക്ഷെ അതിനകത്തൊരു ചെറിയ റൊമാൻസും കാണും. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് മിഥുനം ലഗ്നത്തിൽ ചൊവ്വയുടെ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞു. രണ്ടുപേരും കുറച്ച് ഒന്നിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു രണ്ട് പ്ലാനറ്ററി പൊസിഷൻസ് എന്ന് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് ഇത് ശുക്രനാണെങ്കിൽ വേറെ വളരെ ഫ്രണ്ട്ലി പ്ലാനറ്റ്സ് ആണ്. പുള്ളി ഒരാൾ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഒരാൾ കുറച്ച് ഒരു റൊമാൻറ്റിക് കലാപരമായ കലയല്ല, മനസ്സ് മാത്രം കലയുണ്ട്. അപ്പോൾ നന്നായിട്ട് എഴുതാനും ആ സ്കില്ല് കാണും. വളരെ രസകരമായിട്ട് ആൾക്കാർക്ക് വായിക്കത്തക്ക രീതിയിൽ എഴുതുന്ന ഒരാളായിരിക്കും. അല്ല പ്രസംഗിക്കുമ്പോൾ വളരെ നർമ്മവും ഒക്കെ കലർത്തി ഭംഗിയായിട്ട് ആ കലാപരമായിട്ടുള്ള ആ ഒരു കാര്യം എല്ലാത്തിനകത്തും കാണും, കൊണ്ടുവരും. എല്ലാ സംഗതിയും കാണും, ആ കല കാണും അതിനകത്ത്. അത് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ് പ്ലാനറ്റ്സ്. ഇവർ രണ്ടും ഫ്രണ്ട്ലിയാണ്, ഭയങ്കര കോമ്പിനേഷൻ പ്ലാനറ്റ്സ് ആണത്. ഇവരുടെ സ്റ്റോൺസൊക്കെ ഒരുമിച്ചിടാനായിട്ട് പറ്റുന്ന ചാർട്ടാണ് നല്ലത്. എമറാൾഡും ഡയമണ്ടും ഒന്നിച്ചു പോകുന്നത് വളരെ അല്ലെങ്കിൽ എമറാൾഡും അക്യുമറൈനും അതും ഒരുമിച്ച്. അതെ അതെ അതെ. അപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ ലഗ്നാധിപൻ തന്നെ ബുധൻ്റെ കൂടെ നിൽക്കണമെന്നില്ല, ബുധൻ്റെ ക്ഷേത്രത്തിൽ ശുക്രൻ നിന്നാലും ഇത് കാണും. ഈ ബുധൻ പോയി ഞാൻ പറഞ്ഞല്ലോ 10th ഹൗസിൽ പോയി നിൽക്കുന്നത്. ഈ ബുധൻ പോയി 10th ഹൗസിൽ ജലരാശിയിൽ നിൽക്കുന്ന അക്യുമറൈനൊക്കെ ഭയങ്കരമായിട്ട് സ്യൂട്ടബിൾ ആയിരിക്കും. അക്വ മീൻസ് വാട്ടർ എന്നാണല്ലോ, വെള്ളവും ജലവുമാണല്ലോ അതിൻ്റെ ഒരു മെയിൻ ബന്ധം ആ കല്ലിൽ നിന്ന് തന്നെ ഉള്ളത്. അപ്പോൾ വീനസ് മെർക്കുറി കൺജക്ഷൻ നല്ലതാണ്, അതിൻ്റെ കല്ലുകളും നല്ലതാണ് ആയിരിക്കും.
ഉപയോഗിക്കാനിടുന്നില്ല. ഇപ്പോൾ സാറ് പറഞ്ഞു ഈ ബുധനായിട്ട് ശുക്രന് നല്ലൊരു ഇതാണ്, നല്ല രണ്ടുപേരും ഒരു ഫ്രണ്ട്ലി പ്ലാനറ്റ്സുകളാണ്. അപ്പോൾ ഈ ബുധൻ്റെ കൂടെ അല്ലെങ്കിൽ ബുധന് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റു പ്ലാനറ്റ്സുകൾ ഏതാണ്? ബുധൻ്റെ ശനി ഫ്രണ്ട്ലിയാണ്. പച്ച നീല വെള്ളയും ഇവർ 3 പേരും കൂടെ ഒറ്റ നല്ല രസമായിരിക്കുമല്ലോ, കാരണം ആ കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ആ ഗ്രഹങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ട്ലി പ്ലാനറ്റ്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൻ്റെ കളേഴ്സാണ്. അങ്ങനെ തന്നെയാണ് അത് പ്രകൃതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സൂര്യൻ്റെ വളരെ ഫ്രണ്ട്ലി പ്ലാനറ്റ് ചൊവ്വയാണ്, 2 പേരും റെഡാണ്. അതിൻ്റെ അകത്ത് ചേർന്ന് പോകുന്ന ഒരു ആൾ മഞ്ഞയാണ്. സൂര്യൻ, ചൊവ്വ, വ്യാഴം ഇവർ 3 ഏറ്റവും ഫ്രണ്ട്ലി പ്ലാനറ്റാണ്. ബുധൻ, ശുക്രൻ, ശനി ഇവർ 3 പേരും നല്ല ഫ്രണ്ട്ലി പ്ലാനറ്റ്സാണ്. ഇവരുടെയൊക്കെ സ്റ്റോൺസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പക്ഷേ ഇവരുടെ പൊസിഷനിങ് കൂടെ നോക്കണം. ഇപ്പോൾ മിഥുന ലഗ്നം 6 ശനി നിൽക്കുവാണെങ്കിൽ ആ കോമ്പിനേഷൻ കൊള്ളത്തില്ല. അപ്പോൾ ബുധൻ്റെ കന്നിയും ബുധൻ്റെ ലഗ്നം അവിടെ പോയി ശുക്രൻ നിൽക്കുമ്പോൾ ശുക്രൻ നീചത്തിൽ പോയി, അവിടെ ഈ കോമ്പിനേഷൻ കൊള്ളത്തില്ല ബുധനും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ജനറൽ ടോക്കിൽ ഇത് പറയാൻ പറ്റുള്ളൂ. ഒരാൾക്ക് കൃത്യമായിട്ട് രക്തം ധരിക്കണമെങ്കിൽ അയാളുടെ ഗ്രഹനില തന്നെ നമുക്ക് കണ്ടേ പറ്റുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്തും ടൈമും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമേ നമുക്ക് ആ ഒരു രത്നധാരണത്തിലേക്ക് നമുക്ക് പോകാനായിട്ട്. പിന്നെ വിദ്യാകാരകത്വമാണല്ലോ ഇതിന്, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷനാണ്. ബുധൻ നന്നായിട്ട് നിന്നാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലേണിംഗ് സ്കില്ലും കാര്യങ്ങളും ഉണ്ടാവും, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും, ഇനി അത് ഹയർ ഇതിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ എഡ്യൂക്കേഷൻ ബ്രേക്കായി പോവുക. ഡിഗ്രി പഠിച്ചു എല്ലാം പഠിച്ചു സാറേ, പക്ഷെ പരീക്ഷ എഴുതിയില്ല, പറ്റിയില്ല. അന്നേരം വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ഫാദർ മരിച്ചു, പിന്നെ പെങ്ങന്മാർ താഴെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വേറൊരു ഫ്രണ്ട് മുഖേന വിദേശത്തോട്ട് കടന്നു. വിദ്യാഭ്യാസം ബ്രേക്കാണോ ഇല്ലയോ? അതെ, അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതേസമയം ബുധൻ നന്നായിട്ട് നിൽക്കുന്ന ആളാണ്, അത് ആ വിദ്യാഭ്യാസം അവിടെ കൊടുക്കും. അല്ലെങ്കിൽ ഇയാൾ വിദേശത്ത് വന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കും. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനൊക്കെ എഴുതി ആൾക്കാർ പിന്നെ ഡിഗ്രി എടുക്കുന്നവരില്ലേ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മരംഗമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹം നന്നായിട്ടൊരു വ്യക്തിയുടെ ചാർട്ടിലുണ്ടെങ്കിൽ അയാൾ കർമ്മം, അയാളുടെ കരിയർ എന്നും അയാളെ സപ്പോർട്ട് ചെയ്യും. മറിച്ചാണെങ്കിൽ ഈ കരിയർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കാന്ന് പറയുന്ന പോലെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. കാരണം എൻ്റെ പ്രൊഫഷനല്ല, എനിക്കിഷ്ടമുള്ള പ്രൊഫഷനിലല്ല ഞാൻ നിൽക്കുന്നത്, അല്ലേ? ശരിയാണ്. മൈ ഹോബീസ് മൈ പ്രൊഫഷൻ എന്ന് പറയുന്നത് അത് വന്നെങ്കിൽ ആണ് ആ പ്രൊഫഷൻ നന്നാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റിക് കലാപരമായിട്ടും ഒരു ക്യാമറാമാനായിട്ട് അതിനെപ്പറ്റി ഒരു വ്യൂ ഉണ്ടാകണം, ഒരു കലാവാസന കാണണം, എങ്ങനെ അതിനൊക്കെ ഉള്ളൊരു കാര്യങ്ങളുണ്ടല്ലോ. അതുണ്ടെങ്കിൽ അയാൾക്ക് ആ പ്രൊഫഷനിലൂടെ അയാൾ എത്തുമ്പോൾ അയാൾ ഡെവലപ്പ് ചെയ്യും. ഇതാണ് ഈ ഒരു കരിയറിൻ്റെ ഒരു തിയറി. അതാണ്. പക്ഷെ അത് പറഞ്ഞെങ്കിലും നമുക്ക് ആ യോഗം കൂടെ വേണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ രത്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ രത്നധാരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പം പലരും ചോദിക്കും, എനിക്ക് എമറാൾഡ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അക്വാമറൈൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുത്തത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു രത്നം സൂട്ടബിൾ ആകുന്നതെന്നുള്ള ഒരു ആൻസറാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു തക്കതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് നമ്മുടെ ഓരോ എപ്പിസോഡുകളും നമ്മളിങ്ങനെ പങ്കുവയ്ക്കും. എമറാൾഡ് എല്ലാവർക്കും മാച്ചിങ് അല്ല. എമറാൾഡ് മാച്ചിങ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ അതേ കൊടുക്കുള്ളൂ. കാരണം അവർക്ക് ആ ഒരു പഠിക്കാനുള്ള ആ ഒരു ഊർജ്ജസ്വലതയും മെമ്മറി പവറും തരും. ഇപ്പോൾ ആൾക്കാർ ഇപ്പം ഹിന്ദു വിശ്വാസികളായിട്ടുള്ള കുട്ടികളൊക്കെ മൂകാംബികയിലും പനച്ചിക്കാട്ടും ഒക്കെ പോയി തൊഴും. എന്തുകൊണ്ടാണ്? സരസ്വതി ദേവിയും വിദ്യയുടെ ദേവതയും ഇരിക്കുന്ന സ്ഥലമാണ് ആയിട്ടാണല്ലോ സങ്കല്പം സരസ്വതി ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് മൂകാംബിയൊക്കെ. ആ മൂകാംബിയിൽ ദേവിയുടെ നെഞ്ചിൽ തന്നെ എമറാൾഡല്ലേ ഇരിക്കുന്നത്. എന്തൊരു കറക്റ്റ് ഇൻഡിക്കേഷൻ അത്. പക്ഷേ മരതകം എമറാൾഡ് മേടിച്ച് ധരിക്കാനും കൊച്ചിന് 10 പരീക്ഷയാണെന്നും പറഞ്ഞ് സ്വന്തമായിട്ട് പോയി വാങ്ങി ധരിക്കുന്നത്, അത് ചിലപ്പോൾ അബദ്ധത്തിലേക്ക് പോകും. അവിടെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എമറാൾഡിനകത്തെ ഫ്ലോസും അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു
ഡീറ്റെയിൽസിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റോണിനെ എമറാൾഡിനെ കുറിച്ചുള്ള വിവരം നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. രത്നശാസ്ത്രത്തിലേക്ക് തിരികെ വരാം. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ആ ഒരു മിഥുനം ലഗ്നത്തെക്കുറിച്ചും ബുധൻ്റെ പ്രത്യേകതകൾ, ബുധൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അത് റോങ് സൈഡിലാണ് പോയെങ്കിൽ വരുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. പിന്നെ അതുപോലെ പറഞ്ഞ് നമ്മൾ മിഥുന ലഗ്നമാണ് എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെ ചെയ്യരുത്. എമറാൾഡ് ഓഫ്കോഴ്സ് എമറാൾഡ് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബുധൻ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ എമറാൾഡ് ധരിക്കണം. അതിന് ഭയങ്കര ഡിഫറൻസാണ് പിന്നെ ഉണ്ടാകുന്നത്. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുമല്ലേ, ഈ ബ്രെയിൻ വർക്ക് ഒന്നും കൂടെ നറീഷ് ചെയ്ത് കൊണ്ടുപോവുകയാണ് എമറാൾഡിൻ്റെ. പഠിക്കണമെന്നും അല്ലെങ്കിൽ കോൺസെൻട്രേഷനൊക്കെ തന്നെ വരും അത്. പക്ഷെ അത് മാച്ചിങ് അല്ലെങ്കിൽ ഓപ്പോസിറ്റും ആയിരിക്കും ഉണ്ടാകുന്നത്. അതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. ബുധൻ്റെ കല്ല് എമറാൾഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എമറാൾഡ് ഒരുപാട് ഫ്ലോസും അതുപോലെ തന്നെ ഗ്ലാസ് ഫില്ലിങ്, ഓയിലിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഡ്യൂപ്ലിക്കേഷനാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഒരു പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അപ്പോൾ എമറാൾഡിന് ഫ്ലോസ് ഉള്ള കല്ലാണ്, നാച്ചുറൽ ഫ്ലോസ് അതിനകത്ത് വേണം. അങ്ങനെയുള്ള കല്ല് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഒരു ചാർട്ടിനകത്ത് ഒരു ചാർട്ട് ബുധൻ മാത്രം സപ്പോർട്ട് ചെയ്യുന്നൊരു ചാർട്ടാണ്. 2009 ഒരു 10-15 വയസ്സായുള്ള കുട്ടിക്കായിട്ടുള്ളൂ. പക്ഷെ ബുധനാണ് ഇവിടെ ഏറ്റവും ഇൻഫ്ലുവൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചൊവ്വ ലഗ്നം, മിഥുന ലഗ്നം, ലഗ്നത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് എടുത്തത്. കാരണം ഈ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നത് മിഥുന ലഗ്നക്കാർക്ക് 6th ഹൗസ് ആരാ? ചൊവ്വയാണ്. രോഗവും പ്രയാസങ്ങളും അപകടങ്ങളും വരുത്തി വെക്കുന്ന പ്ലാനറ്റ് പോയി നിൽക്കുന്ന ലഗ്നത്തിലാണ്. ഇതിനെപ്പോഴും ഫസ്റ്റിലെ ഈ ഹെൽത്ത് ആണ് ഈ കുട്ടിയെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബുധൻ നിൽക്കുന്നത് കന്നിയിൽ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ലഗ്നാധിപൻ കന്നിയിൽ ഉച്ചത്തിൽ നിൽക്കുക. ഇതിനകത്ത് പല ഗ്രഹങ്ങളും റോങ് സൈഡിൽ നിൽക്കുന്നെങ്കിലും ബുധൻ അവിടെ ഏറ്റവും ബെസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനറ്റായിട്ട് നിൽക്കുന്നത്. സപ്പോർട്ടീവായാണ്. ഇവർക്ക് കരിയറിലൊന്നും ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല. അങ്ങനെ വിദേശ യോഗങ്ങളൊക്കെ ഒരുപാടുള്ള കുട്ടിയാണ്. പക്ഷെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. ആളുടെ മെയിൻ ഒരു കൺസേൺ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ആരോഗ്യം. കാരണം വ്യാഴം നീചത്തിൽ പോയി ചാട്ടിൽ ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടുകളും. പിന്നെ കർമ്മരംഗമായിട്ട് ബുധൻ ലഗ്നത്തിൻ്റെ കർമ്മരം കൈകാര്യം ചെയ്യുന്ന ആളെന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴവും നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പം ബുധൻ പക്ഷേ പഠിത്തവും എഡ്യൂക്കേഷനും കമ്മ്യൂണിക്കേഷനും എല്ലാം ഉള്ള ഒരു പ്ലാനറ്റ് ആയതുകൊണ്ടും ബുധൻ ഇവിടെ ഏറ്റവും ഏക സപ്പോർട്ടീവ് പ്ലാനറ്റ് ബുധനായതുകൊണ്ടും ബുധൻ്റെ ഒരു 5 ക്യാരറ്റ്സിന് മേളിൽ ആ സ്റ്റോൺ യൂസ് ചെയ്യണം. അതായത് കുറച്ച് വെയിറ്റ് ക്യാരറ്റേജ് കൂടുതൽ യൂസ് ചെയ്യണം. അതെന്തുകൊണ്ടായിരിക്കും? അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അതിന് ഹാർഡ്നെസ് ഇല്ല കല്ലിന്. എമറാൾഡിന് ഹാർഡ്നെസ് തീരെ കുറവാണ്. ഹാർഡ്നെസ് ഉള്ള കല്ലുകൾ കൂടുതൽ ക്യാരറ്റേജ് ഉപയോഗിച്ചില്ല പ്രയോജനമില്ല. നമ്മൾ ഉദ്ദേശിച്ച ഫലം വരത്തില്ല. തന്നെയല്ല ഏക സപ്പോർട്ടീവ് പ്ലാനറ്റ് ബുധൻ. അതിനെ മാക്സിമം എൻഹാൻസ് ചെയ്യുക. 5, 6, 7 ക്യാരറ്റ് വരെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലൈഫ് ലോങ് യൂസ് ചെയ്യാം. കാരണം ആളെ സപ്പോർട്ട് ചെയ്യുന്ന ഏക പ്ലാനറ്റ് എന്ന് പറയുന്നത് ബുധനാണ്. സംശയമില്ലാത്ത കാര്യം. അപ്പോൾ അത് മാക്സിമം പ്രൊട്ടക്ഷൻ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തിനും ലഗ്നാധിപനാണ് ഈ ബുധൻ. ലഗ്നത്തിൽ റോങ് പ്ലാനറ്റ് നിൽക്കുന്ന ചൊവ്വ. അപ്പോൾ ബുധനെ മാക്സിമം എൻഹാൻസ് ചെയ്യണം. ഗ്രീൻ കളേഴ്സ്, ഗ്രീൻ വെജിറ്റബിൾസ്, പയർ ഒക്കെ നല്ല ഹെൽത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പ്രോട്ടീൻ, ഇങ്ങനെയുള്ള സ്പ്രൗട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്തോറും ആൾക്ക് ഭയങ്കര ചേഞ്ചസും ഉണ്ടാവും. അങ്ങനെ ചേഞ്ചസ് വരും. ആ സ്റ്റോൺ ഇടുമ്പോൾ തന്നെ ചേഞ്ച് വരും. അതായത് ഈ വ്യക്തിക്ക് വേറെ ഒരു പ്ലാനറ്റും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആകെയുള്ളത് ഈ ബുധനാണ്. പക്ഷെ ബുധൻ നല്ലൊരു നല്ലതാണ്. ചലഞ്ചസ് ഇയാൾക്ക് ഉണ്ടാകും. കാരണം ബാക്കി പ്ലാനറ്റ്സ് എല്ലാവരുടെ ജോലി ചെയ്യുമല്ലോ. എന്നാലും പുള്ളി എല്ലാത്തിനകത്തെ ഓവർകം ചെയ്തു പോകും. ലാസ്റ്റ് മിനിറ്റിൽ പുള്ളി ഓവർകം ചെയ്ത് കയറിപ്പോവും. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റേജ് കൂടുതൽ, ഒരാളുടെ കുറച്ച് ക്യാരറ്റേജ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് നല്ല വീട്. ലഗ്നാധിപൻ ബുധൻ 4th ഹൗസ് എന്ന് പറയുമ്പോൾ ലാൻഡ്, വീട്,
ആ ഭാഗത്ത് ഉച്ചത്തിൽ നിൽക്കുക ബുധൻ. ലഗ്നാധിപൻ ബുധൻ കന്നിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നു. അപ്പം നല്ല വീട് അല്ലെങ്കിൽ കുടുംബം തന്നെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ചിലപ്പോൾ ഇദ്ദേഹത്തിനായിരിക്കും വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം അതായത് പറഞ്ഞത് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പ്ലാനറ്റ് ബുധൻ. ആ ബുധൻ്റെ കാലം മാക്സിമം ക്യാരക്ടേജിൽ യൂസ് ചെയ്യാം. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും ഈ സ്റ്റോൺസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടേജിനെ കുറിച്ച് നമ്മളൊരു സംശയം, ചിലത് പറയും ചെറിയൊരു സ്റ്റോൺ ഉപയോഗിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ നമ്മൾ ആ ക്യാരക്ടേജ് നിർണ്ണയിക്കുന്നതിലും പല ഘടകങ്ങളുണ്ട് അല്ലേ? പല ഘടകങ്ങളുണ്ട്. ആ ഗ്രഹത്തിൻ്റെ ബലം, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബോഡി വെയിറ്റ് അത് മാത്രമല്ല. ചിലരോട് സാറേ എനിക്കത് ബോഡി വെയിറ്റ് എൻ്റെ ഇത്ര ശരിയാണ്. അത് മാത്രമല്ല, ബോഡി വെയിറ്റ് മാത്രമല്ല ഘടകം. ഗ്രഹത്തിന് നല്ല ബലം ഉണ്ടെങ്കിൽ ബോഡി വെയിറ്റ് ഉണ്ടെങ്കിലും അത്രയും ക്യാരറ്റ് വേണ്ട. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റോണിൻ്റെ ഹാർഡ്നെസ്സും കൂടെ നമ്മൾ നോക്കണം അല്ലേ? ഹാർഡ്നെസ് 10-ൽ ഏറ്റവും ഹാർഡ്നെസ് ഉള്ള ഡയമണ്ട് എത്ര മാച്ചിങ് ആണെങ്കിലും ഒരുപാട് ക്യാരറ്റേജ് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ വഴിയിലേക്ക് നമ്മളെ നയിക്കും. കാരണം ഒരു റൊമാൻറ്റിക് പ്ലാനറ്റ്സ് ആണ്. അതിൻ്റെ ആ ഒരു തോട്ടായിരിക്കും ഏത് സമയത്തും നമുക്ക് തരുന്നത്. ബുധൻ്റെ കല്ല് ധരിക്കുമ്പോൾ ബുധൻ ബുദ്ധിയും നേർബുദ്ധിയും എല്ലാം കാണിക്കുന്ന അതായിരിക്കും അതിൻ്റെ ഇത് കിടക്കുന്നത്. ചൊവ്വയുടെ കല്ല് ഒരുപാട് ധരിച്ചാൽ ഒരു ക്രിമിനൽ ചിന്താഗതി ഉണ്ടാവും. നല്ല പ്ലാനറ്ററി പൊസിഷനിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ പോലും എടുത്തിയാട്ടവും ഓവർ കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ കല്ലുകളുടെ നേച്ചർ കൂടെ നോക്കിയതിന് ശേഷം അതിൻ്റെ ക്യാരക്ടേജ് നമ്മൾ തീരുമാനിക്കാം. ഇത് സ്റ്റോൺ ഗ്രീനാണ്, സോഫ്റ്റ് സ്റ്റോണാണ്, ബുദ്ധിയാണ്, വേറെ ഒരു അക്രമാസക്തിയോ കാര്യങ്ങളോ ഒന്നും അതിനില്ല. അപ്പോൾ അതായിരിക്കുന്നത് തന്നെ നല്ലത്. അതൊരു എനിക്ക് തോന്നുന്നു വലിയൊരു ഇൻഫർമേഷൻ തന്നെയാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. കാരണം പലപ്പോഴും പ്രേക്ഷകർ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് ഇതിൻ്റെ ക്യാരക്ടേജ് എങ്ങനെ നിർണ്ണയിക്കുന്നു, ക്യാരക്ടേജ് എത്ര യൂസ് ചെയ്യണം. ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഒരാളുടെ ബോഡി വെയിറ്റ് അതിൻ്റെ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ പ്ലാനറ്റുകളുടെ ആ ഒരു ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഒരു ബലം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കുന്നത് വേറൊരു കാര്യമാണ്. ഓരോ കാര്യം കൂടെ ഉള്ളതാണ് സ്റ്റോൺസിൻ്റെ ഈ രത്നങ്ങളുടെ ഒരു ഹാർഡ്നെസ്, അതിൻ്റെ ക്യാരക്ടർ, ആ പ്ലാനറ്റിൻ്റെ ക്യാരക്ടർ. ഒരുപാട് ദേഷ്യവും ഒരുപാട് എടുത്തിയാട്ടവും ഒക്കെ തരുന്ന ഈ പറഞ്ഞതുപോലുള്ള ചൊവ്വയുടെയൊക്കെ കല്ലുകൾ ഒന്നും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യേണ്ട. എനിക്ക് പൈസ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് 35,000 പിന്നെ അവിടെയാണ് നമ്മളത് കൃത്യമായിട്ട് രത്നം നിർണ്ണയിക്കുകയും ആ കൃത്യമായിട്ടുള്ള അളവിലും തൂക്കത്തിലും അത് ധരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കൃത്യമായ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡും ധാരാളം വിവരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ എപ്പിസോഡ്. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമസ്കാരം.